ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു മറൈൻ ഡ്രൈവ്, ഒരു രാത്രി ഒരു പകൽ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ 2-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പകൽ എങ്ങനെയായിരിക്കും, ഒരു രാത്രി എങ്ങനെയായിരിക്കും, രാത്രി കണ്ടില്ലേ നല്ല ലൈറ്റൊക്കെ ചെയ്ത് അവർ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു മനോഹരമാണ്. പിന്നെ നമുക്ക് ന്യൂ ഇയറിന് അവിടെ പോകാൻ കഴിഞ്ഞില്ല. ന്യൂ ഇയറിന് തലേന്നാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത്. ന്യൂ ഇയർ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അവിടെ എത്തിയത്. ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഗിഫ്റ്റ് മൊത്തം ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കാർണിവലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ. അപ്പോൾ നമ്മളവിടെ താമസിച്ചതിന് ശേഷം നമ്മൾ മറൈൻ ഡ്രൈവിൽ ഒന്ന് കറങ്ങി കണ്ടായിരുന്നു. അപ്പോൾ രാത്രിയുള്ള വൈബാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പിന്നെ പകലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ബോട്ട് ഉണ്ടായിരുന്നു, ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല. അതിനുള്ള സമയമൊന്നും കിട്ടില്ല. കാരണം 2 ദിവസത്തേക്ക് നമ്മൾ കറക്റ്റ് ചെയ്താണ് പോയിരുന്നത്. അപ്പോൾ ഇത് രാത്രി നമ്മുടെ കായലും അതിൻ്റെ സൈഡും പിന്നെ രാത്രി നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ലൈറ്റ് സെറ്റ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ക്രിസ്മസ് പാപ്പയുടെ ഒരു വലിയൊരു രൂപം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് കാണാൻ പറ്റും. Slowly open. നമ്മൾ ഇതിൽ ഒന്ന് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വീണ്ടും ഇവിടെ തുമ്പ് പിടിക്കും, ഇവിടെ പിടിക്കും. പടക്കം പൊട്ടിച്ചില്ല. തുമ്പിൽ പിടിച്ചിട്ട് ചുമ്മാ ഇറങ്ങി ഇതിപ്പോ കാണിച്ചത് കിഷോർ കാണിക്കണം. അതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? അല്ല അത് കണ്ട ഞാൻ പിന്നെ പൊട്ടിച്ചത് പടക്കമാണ്. എറിപ്പടക്കല്ലേ പൊട്ടിക്കണേ. എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പം നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചിരുന്നപ്പോൾ അവിടെ 1-2 ഇതിരുന്നുണ്ട്. 1-2 അല്ലടാ, 2024 വെൽക്കം ചെയ്തുകൊണ്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ബോട്ടൊക്കെ കണ്ട് കായക്കരയൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ കണ്ട ഇതൊക്കെ കാണുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട് മറന്നു. ഓ, പിന്നെ നമ്മൾ പണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളല്ല, നീ വന്നിട്ടില്ല പണ്ട്. ഞാനും നിന്റെ അമ്മയും മാത്രമേ പണ്ട് വന്നിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ പണ്ട് എറണാകുളത്താണ് വർക്ക് ചെയ്തിരുന്നത് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് നടന്ന വഴികളാണ് ഇതെല്ലാം. അപ്പോൾ അത് കല്യാണത്തിന് ശേഷം പോയി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ആഗ്രഹത്തോടെയാണ് പോയത്. അങ്ങനെ രാത്രിയും പകലെല്ലാം അവിടെ പോയി കണ്ടു. അപ്പോൾ രാത്രി ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. രാത്രി അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഈ തിരക്കാണ്, ഇതിനേക്കാളും തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ വലിയ തിരക്ക് കുറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടെ കൂടെ എല്ലാം നടന്ന് പഴയ ഓർമ്മകളെല്ലാം അയവർത്ത് അങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് ദൂരം ഉണ്ടെന്ന്, പക്ഷെ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. നമ്മൾ ഇന്നലെ നടന്ന വഴികളിലൂടെയാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. പക്ഷേ പകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ്. നല്ല ബോട്ടിംഗ് സവാരി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. കുട്ടികളും വലിയവരും മുതിർന്നവരുമായിട്ട് ഭയങ്കര ആഘോഷമായിട്ട് മാറുകയാണ് ബോട്ടിങ്ങൊക്കെ. അതാണ് ഭയങ്കര ആൾ കണ്ടോ,
ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ബോട്ടിംഗ് നടക്കുകയാണ്, ഭയങ്കര ബോട്ടിങ്ങാണ്. ഞാൻ രാത്രി വിചാരിച്ചത് ചെറിയ ബോട്ടുകളുണ്ടെന്നാണ്, പക്ഷെ രാവിലെ നോക്കിയപ്പോൾ വലിയ ബോട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മറൈൻ ഡ്രൈവിലെ വിശേഷങ്ങൾ. കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ ബോട്ടിൽ കയറാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ മനസ്സിന് ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ ഉള്ളവർ തന്നെ ഒരുപാട് പേര് പോയിട്ടുണ്ടാവില്ല, പക്ഷേ അധികം പേരും ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഈ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് തന്നെയാണ്. കാരണം നമുക്കൊരു ശാന്തതയോടെ, ആൾക്കൂട്ടമാണെങ്കിലും ശാന്തതയോടെ മനസ്സിനൊരു ഒരു വല്ലാത്തൊരു സന്തോഷവും സമാധാനം തരുന്നൊരു സ്ഥലം തന്നെയായിട്ടാണ് എനിക്ക് മറൈൻ ഡ്രൈവ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അടിച്ച് പൊളിക്കാനും പെട്ടെന്ന് ഓടിച്ചെല്ലാനും കഴിയുന്നൊരു സ്ഥലം തന്നെയാണ് മറൈൻ ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു കട കണ്ടു, നമ്മൾ അവിടെ എല്ലാം കയറി ഒന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഷോക്ക് ഫാമിലിയുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ